ഇന്ന് ഞാൻ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാനാട്ടോ പോകുന്നത്. ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിൽ പോവാണ്. ഈ ആഴ്ച ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല എന്നാണ് അമ്മോട് പറഞ്ഞേക്കണേ. അപ്പോൾ അതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ് അമ്മ കേട്ടോ. അങ്ങനെ സമയം നോക്കിയപ്പോൾ 12:30. 12:30 കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന എടുത്തപ്പോൾ ഞാൻ വേഗം കടയിൽ കയറി ഒരു ചായയും ഒരു കട്ട്ലറ്റും മേടിച്ച് വെച്ചു കേട്ടോ. അത് കുടിച്ചപ്പോഴാണ് ഒരു ഇത്തിരി ആശ്വാസമായത്. എനിക്ക് തലവേദന വന്നാൽ എനിക്ക് അപ്പോൾ ചായ കുടിക്കണം. ഇരിഞ്ഞാലക്കുട എത്തിയപ്പോൾ പ്രിയ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും കുറച്ച് സാധനങ്ങളായിട്ടാണ് പോവുക. കയ്യിൽ എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസ് ഉണ്ടാവും. അത് നോക്കി അവിടെ വീട്ടിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചു പോയി. ഇതാണ് നമ്മുടെ കുടൽമാണിക്ക് അമ്പലം. ഈ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ വേറെ ഇടുന്നുണ്ട്. അമ്മ എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് സന്തോഷമായിട്ടോ. കാരണം അമ്മ എന്നെ ദൂരേന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് എൻ്റെ കാല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് ആ വീഡിയോ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നോക്കുക കേട്ടോ എന്തൊക്കെയുണ്ട്. കാരണം അമ്മ നോണൊന്നും കഴിക്കില്ല. അപ്പോൾ നോൺ വെജ് ആണോ മേടിച്ചേക്കണേന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഓരോ തവണ നാട്ടിലേക്ക് വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അമ്മ എവിടെയെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വരുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു മാറ്റം കേട്ടോ ഇത്. ചെടിച്ചട്ടി പുതിയത് എവിടുന്നോ മേടിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുന്ന വരെ ആ ഗുരുവായൂരപ്പൻ പൂജാമുറിയുടെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ അത് ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ അമ്മയുടെ ഓരോ ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. ഇവിടെ ഓരോ മാറ്റങ്ങൾ അമ്മയായിട്ട് വരുത്തുന്നതാണ്. ഉച്ചയായപ്പോൾ അമ്മ നല്ല സാമ്പാറും നല്ല അവിയലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ് ആട്ടോ. ഇങ്ങനെ ഈ മഴ പെയ്യുന്നതിന് മുന്നുള്ള ഈ ഇരുണ്ട് കൂടി നിൽക്കുന്ന ക്ലൈമറ്റ്. ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ദേ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിൻ്റെ എരമ്പൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് ഒരു ഡയറി മിൽക്ക് സിൽക്കും കഴിച്ചു. ഞാനത് ഇന്ന് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് ഓറിയോൻ്റെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിരിക്കുന്ന കേരള ക്രൈം ഫയൽസ് സീരീസ് ഉണ്ടല്ലോ, അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു കേട്ടോ. വൈകിട്ടായപ്പോൾ അമ്പലത്തിലോട്ട് ഇറങ്ങി കേട്ടോ. സാധാരണ ഇരിഞ്ഞാലക്കുടയൊക്കെ ഉള്ളപ്പോൾ 2 നേരം വെച്ച് അമ്പലത്തിൽ പോയി തൊഴാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പറ്റാത്തതുകൊണ്ട് ആഴ്ചയിൽ വരുന്ന ദിവസം എന്തായാലും പോയി തൊഴും. മഴ പെയ്ത് കഴിഞ്ഞാൽ അമ്പലം കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അല്ലെങ്കിലും ഭംഗിയാണ്, പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗിയാണ്. അമ്പലത്തിലൊക്കെ കറങ്ങി അടിച്ച് നടന്നൊക്കെ വന്നപ്പോഴേക്കും വിശന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചായ കുടിക്കണം. വൈകിട്ടത്തെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ കുടിച്ചു, ഒപ്പം പപ്സും എള്ളുണ്ടേക്കും കഴിച്ചു കേട്ടോ. രാത്രി എല്ലാവർക്കും ചപ്പാത്തി ആയിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഷേപ്പൊന്നും ഉണ്ടാവില്ല. ഏതാണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞാൻ വൈകിട്ട് കഞ്ഞിയാട്ടോ കുടിച്ചത്. കാരണം എനിക്ക് ദേഹം സുഖമില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ കഞ്ഞിയാണ് കുടിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.